നിങ്ങൾ എക്സർസൈസ് ചെയ്യണം. ആ സമയത്ത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തല പെരുക്കുന്ന പോലെ, തല കറങ്ങുന്ന പോലെ. നിങ്ങൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ വീണ്ടും എക്സർസൈസ് തുടരാൻ തീരുമാനിക്കുകയാണ്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് വരുന്ന 2 ലക്ഷണങ്ങൾ നമ്മൾ വളരെ കരുതിയിരിക്കണം. അതാണ് തലകറക്കവും നെഞ്ചിടിപ്പും. ഭൂരിപക്ഷ ഘട്ടത്തിലും ഇത് രണ്ടും അപകടമൊന്നും ഉണ്ടാക്കൂല. പക്ഷെ ചില ആളുകൾക്കെങ്കിലും ഹൃദയത്തിലെ അരിത്മ്യ എന്ന് പറയുന്ന ഹൃദയമിടിപ്പിന്റെ താളം തെറ്റുന്ന അസുഖത്തിന്റെ ഒരേ ഒരു ലക്ഷണം ഇതാവാൻ സാധ്യതയുണ്ട്. നമ്മൾ കേൾക്കാറില്ലേ, ജിമ്മിൽ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ. ഇതിന്റെ വാണിംഗ് ഈ ലക്ഷണങ്ങളായിരിക്കാം. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ തലച്ചോറിന് നല്ല എനർജി ആവശ്യമാണ്, രക്തം ആവശ്യമാണ്. ഹൃദയത്തിന്റെ മിടിപ്പ് താളം തെറ്റുന്ന സമയത്ത് തലച്ചോറിലേക്ക് വേണ്ടത്ര രക്തം എത്തില്ല. ഈ സമയത്ത് കണ്ണിൽ ഇരുട്ട് കയറാം, അതുപോലെ തന്നെ ശരീരം തളരാം. ശരീരം നിങ്ങളോട് പറയാണ് എക്സർസൈസ് നിർത്താൻ. അത് നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ. അതുപോലുള്ള രണ്ടാമത്തെ ലക്ഷണമാണ് നെഞ്ചിടിക്കുക എന്നുള്ളത്. ഹൃദയത്തിന്റെ മിടിപ്പിൽ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നെഞ്ച് വല്ലാതെ ഇടിക്കും. നോർമൽ എക്സർസൈസ് ചെയ്യുന്ന സമയത്തും നെഞ്ചിടിപ്പ് വരാം. പക്ഷേ അരിത്മ്യ കാരണം വരുന്ന നെഞ്ചിടിപ്പ് വല്ലാത്തൊരു അവസ്ഥയാണ്. ഹാർട്ട് നെഞ്ചിന്ന് പുറത്തു ചാടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ശക്തിയായിട്ടുള്ള ഒരു മിടിപ്പായിരിക്കും അത്. ഒരിക്കലും അത് അവഗണിക്കരുത്. ഈ 2 ലക്ഷണങ്ങൾ അവഗണിക്കരുത് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒളിഞ്ഞിരിക്കുന്ന അസുഖങ്ങൾ പുറത്തേക്ക് ചാടും. അതിൽപ്പെട്ട ഒന്നാമത്തെ അസുഖമാണ് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, ഹൃദയ ഭിത്തികൾ തടിക്കുന്ന അസുഖം. ഈ അസുഖമുള്ളവർക്ക് അഡ്രിനാലിൻ ഹോർമോൺ കൂടുന്ന അവസരങ്ങളിൽ ഹൃദയത്തിന്റെ ഇലക്ട്രിസിറ്റി താളം തെറ്റും. രണ്ടാമത്തെ അസുഖം ചാനലോപ്പതി എന്ന് പറയും. ഹൃദയകോശങ്ങൾക്കകത്ത് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ചില വഴികളുണ്ട്. അതിന് കേട് സംഭവിക്കുമ്പോൾ ഹൃദയമിടിപ്പ് താളം തെറ്റുന്ന മാരകമായ അവസ്ഥകൾ ഉണ്ടാവാം. ഇതാണ് ചാനലോപ്പതി. ഇതുള്ളവർക്കും എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ സംഭവിക്കാം. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ചെറുപ്രായത്തിലുള്ള ആളുകൾ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഇത് ജന്മനായുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് നമ്മൾ ആരും ടെസ്റ്റിലൂടെ അത് കണ്ടുപിടിക്കൂല. പെട്ടെന്നാണ് ഇത് സംഭവിക്കുക. ആളുകൾ ഹാർട്ട് അറ്റാക്ക് എന്ന് വിചാരിക്കുമെങ്കിലും ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല. ഇങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ശക്തമായ രീതിയിൽ തുടർച്ചയായിട്ട് മിടിപ്പിന്റെ പ്രശ്നങ്ങൾ സംഭവിക്കുക, തലകറക്കം വരിക, ഇങ്ങനെയുള്ള വ്യക്തികളിൽ ചിലരെങ്കിലും ഹാർട്ട് ടെസ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് കുടുംബത്തിൽ ചെറുപ്രായത്തിൽ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ മറ്റാർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എക്കോ ടെസ്റ്റ് വേണ്ടി വരാം, TMT ടെസ്റ്റ് വേണ്ടി വരാം. ചില ആളുകൾക്ക് കാർഡിയക് MRI വേണ്ടി വരാം. മറ്റു ചിലർക്ക് ജനിതകപരമായ ടെസ്റ്റുകൾ വേണ്ടി വരാം. എല്ലാവർക്കും ഈ ടെസ്റ്റുകൾ വേണമെന്നല്ല പറയുന്നത്. പക്ഷെ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ സാധ്യതയുള്ളവർക്ക് അത് മുൻകൂട്ടി തടയാൻ ഈ ടെസ്റ്റുകളിലൂടെ സാധിക്കും. ഇങ്ങനെ വല്ല അസുഖങ്ങളുടെയും സാധ്യത കണ്ടെത്തുകയാണെങ്കിൽ ഹൃദയത്തിന്റെ ഇലക്ട്രിസിറ്റിയുടെ ചികിത്സ കൊടുത്താൽ തീർച്ചയായിട്ടും പെട്ടെന്നുള്ള മരണങ്ങൾ മുൻകൂട്ടി തടയാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ തലകറക്കവും നെഞ്ചിടിപ്പും വാണിംഗ് അടയാളങ്ങളാവാം. ആദ്യമേ കണ്ടെത്തുകയാണെങ്കിൽ മരണം തടയാൻ പറ്റും. ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് അവഗണിച്ച് എക്സർസൈസുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്.